ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരെ ഉണ്ടാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഇസ് ഗിവൻ ടു യു, ദെയർഫോർ ഗോ യു അൺടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്, മേക്കിംഗ് ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അതൊരു കമാൻഡാണ്. അത് കമാൻഡ് കിടക്കുമ്പോൾ നമ്മൾക്ക് വചനത്തിൽ മുകളിലോട്ട് കയറും തോറും നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെ, ഒന്നാമത് മക്കളെ, ഭർത്താക്കന്മാർ, നമ്മുടെ ഭവനത്തിലുള്ള സഹോദരർ, ഇവരെല്ലാം ആക്കാൻ നമുക്കൊരു കടമയുണ്ട്. അവരാകണം എന്നുള്ള നമ്മുടെ ആഗ്രഹം, ആക്കുന്നത് ദൈവമാണ്, പക്ഷെ നമുക്കൊരു കടമയുണ്ട് അത് ചെയ്യാനും പ്രാർത്ഥിക്കാനും. അപ്പം ഡിസൈപ്പിൾസ് അല്ലെങ്കിൽ ശിഷ്യന്മാരെ ആക്കുന്നതിന് വ്യക്തമായിട്ട് ചില പ്രിൻസിപ്പിൾസ് വേദപുസ്തകത്തിലുണ്ട്. നമ്മൾ 3 കാര്യങ്ങൾ: സീൻ, ഹേർഡ് ആൻഡ് നോൺ. അതായത് നമ്മൾ കണ്ട കാര്യങ്ങളെ, കേട്ട കാര്യങ്ങളെ, അറിഞ്ഞ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ പോകാം. കണ്ട കാര്യങ്ങളെ, കേട്ട കാര്യങ്ങളെ, അറിഞ്ഞ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുക. അതെങ്ങനെ അറിഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മൾ വേറൊരു വ്യക്തിയോട് ചെന്ന് പറയണമെങ്കിൽ, ഒരാളെ ഡിസൈപ്പിൾ അല്ലെങ്കിൽ ശിഷ്യത്വം പഠിപ്പിക്കണമെങ്കിൽ അവരെ നമ്മൾ കാണണം, അവരെ നമ്മൾ കേൾക്കണം, അവരെ നമ്മൾ അറിയണം. ചുമ്മാ അത് വഴിയിൽ കൂടെ പോകുമ്പോൾ നമ്മളൊരു ട്രാക്റ്റ് കൊടുത്തെന്ന് പറയും. ശരി, ട്രാക്റ്റ് കൊടുത്തതൊരു കറക്റ്റ്, പക്ഷെ ട്രാക്റ്റ് കൊടുത്തത് കൊണ്ട് അവരെ അറിയുന്നില്ല. പക്ഷെ ആദ്യത്തെ ഘടകമാണ് അവരെ ഒന്ന് കണ്ടു. അതല്ല ഇത് ഞാൻ പറയാൻ വന്നത്. യു ഷുഡ് സീ ദം, യു ഷുഡ് ഹിയർ ദം, ആൻഡ് യു ഷുഡ് നോ ദം. ദാറ്റ് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട്. യേശുക്രിസ്തു ഒത്തിരി അതിശയങ്ങൾ ചെയ്തെന്നൊക്കെ പറയുന്നെങ്കിലും പലപ്പോഴും നമ്മൾ ഓർക്കണം, വ്യക്തിപരമായിട്ട് മാറ്റി നിർത്തി യേശുക്രിസ്തു ഓരോരുത്തരെ സഹായിക്കുന്നത് ഇല്ലേ? ആലയത്തിൽ വെച്ച് കൈ വരേണ്ട ഒരു മനുഷ്യൻ കൈ നൂർക്കാൻ പറഞ്ഞു. കൈ നൂർക്കാൻ വ്യക്തിയോടാണ് സംസാരിച്ച്, എല്ലാവരുടെയും പറഞ്ഞില്ല. 38 വർഷം ബെഥസ്ദയിൽ ആ വ്യക്തിയുടെ അടുക്ക ചെന്നിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറയുന്നത്, എന്നെ ആരും വെള്ളത്തിൽ ഇടാനില്ല. ശരി, അതാണ് നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്ന, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ ആ വ്യക്തിയുടെ അടുക്ക ചെന്ന്, ഓരോ വ്യക്തിയുടെ അടുക്കൽ 12 വയസ്സുള്ള പെൺകുട്ടി മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ അടുക്കൽ ചെന്ന്, വേറെ ആരും ആ മുറിയിലില്ല, മറ്റവരെല്ലാം അടിച്ചു മാറ്റി. യു ആർ ആക്ച്വലി സീയിങ് തിങ്സ്, യു ആർ ഹിയറിങ് ഇറ്റ് ആൻഡ് യു ആർ നോയിങ്. അപ്പോൾ ഈ ഡിസൈപ്പിൾഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസൈപ്പിൾസിനെ ഉണ്ടാക്കുന്നതിന് സ്റ്റെപ്സ് ഉണ്ട്. ദീസ് ആർ ദ 3 steps: സീ, ഹിയർ ആൻഡ് നോ. ആദ്യ വ്യക്തിയെ കാണണം, അവരെക്കുറിച്ച് കേൾക്കണം, അവരെക്കുറിച്ച് അറിയണം. അപ്പം നമ്മൾ അവനിങ്ങോട്ട് വരട്ടെ, അവരെന്നോട് വന്ന് ചോദിക്കട്ടെ, എന്നാൽ ഞാൻ ചെയ്തു കൊടുക്കുക, അങ്ങനെയല്ല ഡിസൈപ്പിൾസ്. വി ഹാവ് ടു ഗോ ടു ദം. നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ശരിയല്ലേ? യേശുക്രിസ്തു സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞില്ല, വേണമെങ്കിൽ അവർ എൻ്റെ അടുക്കലോട്ട് വരട്ടെ എന്നാണോ പറഞ്ഞത്? അല്ലല്ലോ. പിതാവ് ദൈവം അങ്ങനെയാണോ പറഞ്ഞത്? അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറി വരട്ടെ, അങ്ങനെയല്ലല്ലോ പറഞ്ഞു. പിതാവാം ദൈവം പുത്രനാം ദൈവത്തെ ഭൂമിയിലേക്ക് അയച്ചു തന്നത് നമ്മളെ കാണാനും നമ്മളെക്കുറിച്ച് കേൾക്കാനും നമ്മളെ അറിയാനുമാണ്. നമ്മുടെ സ്ഥിതി അത് വഴിതെറ്റി നടക്കുന്ന മനുഷ്യരാണ്. ഈ വഴിതെറ്റി നടക്കുന്ന മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തൻ്റെ പുത്രനെ അയക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഹി ഡിഡ് ഇറ്റ്. അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. അവൻ നമ്മുടെ കൂടെ ഒരു മനുഷ്യനായിട്ട് വന്ന് ജീവിച്ചു. അവൻ്റെ കൂടെയുള്ളവരെ അവൻ കണ്ടു. അവൻ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേട്ടു, അവരെ അറിഞ്ഞു. ഇത് 3 യേശു ചെയ്തു. അത് ചെയ്ത് കഴിയുമ്പോഴാണ് വ്യത്യാസങ്ങൾ. അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അത് ഈ 139 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവേ, 1 തൊട്ട് 3 വരെയുള്ള വായി, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളെയൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. ഇത് കറക്റ്റല്ലേ? ദൈവം എന്നെ ശോധന ചെയ്തിട്ട് എന്നെ അറിയുന്നവൻ. അതാണ് ഒരാളെ അറിയണം. ചുമ്മാ ഇപ്പോൾ നമ്മൾ പണം കൊടുക്കാൻ കയ്യിലുണ്ടെന്ന് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുക, 10,000 രൂപ നമ്മളെടുത്ത് മാറ്റി വെച്ചു. ദൈവം എൻ്റെ പ്രവൃത്തി അത് ഈ കാണുന്നവർക്ക് എടുത്ത് കൊടുക്കാനല്ല. ഒരാളെ കാണണം, അവരെ കേൾക്കണം, അവരുടെ ആവശ്യം എന്തെന്ന് അറിയണം, എന്നിട്ടത് ദൈവത്തോട് ചോദിച്ചിട്ട് കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ. ചുമ്മാതെ കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. അതുപോലെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ചുമ്മാതെ ഒരു വീട്ടിൽ പോയി സമയം കളയണ്ട. ദൈവം പറയുന്നുവെങ്കിൽ നീ അവിടെ പോകണം.
അവിടെ പോയി ഇരിക്കണം. അത് ദൈവത്തോട് ചോദിച്ചിട്ട് ഇതെല്ലാത്തിൻ്റെ ഉറവ ശരിയാകണം. ഉറവ യേശുവായിരിക്കണം. ഇതിൻ്റെ ഈ ഉറവയുടെ കണക്ഷൻ പ്രാർത്ഥനയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു സമൂഹത്തിൽ വെച്ചല്ല ഇത് കിട്ടുന്നത്. പിന്നെ ഒന്നിച്ച് റിട്രീറ്റിന് പോകുമ്പോഴൊക്കെ നമ്മൾ ഒന്നിച്ചിരിക്കും അഭിഷേകങ്ങൾ വരുന്നത് കാണാം. പലപ്പോഴും ക്രിസ്തു വ്യക്തിപരമായിട്ട് നമ്മുടെ മുറിക്കകത്ത് കയറി വരും. എന്ന് ചോദിക്കും, നമ്മൾ ക്രിസ്തുവിൻ്റെ മാതാവ് അടുക്കൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് ഗബ്രിയേൽ പരസ്യമായിട്ടല്ല മാതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നത്, വ്യക്തിപരമായിട്ട് ചെന്ന് സംസാരിക്കാൻ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അങ്ങനെ തുടങ്ങിയത്. അതുപോലെ തന്നെ സക്രിയയുടെ അടുക്കൽ വ്യക്തിപരമായിട്ട് കടന്നു ചെന്നിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കോ പബ്ലിക്കിൽ വിളിച്ച് പറയാൻ മടിയില്ല. ഒക്കത്തിന് ഒരു അടുക്കും ചിട്ടയും ദൈവം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് നീ എന്നെ അറിഞ്ഞു. ദൈവം അറിഞ്ഞെങ്കിൽ നമ്മളും അന്യോന്യം അറിയാൻ ആഗ്രഹിക്കുക. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളെയൊക്കെ നിനക്ക് മനസ്സിലായി. എല്ലാം നിൻ്റെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്, നഗ്നവും മലർന്നും ഇരിക്കുകയാണ്. അപ്പം അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുന്നെന്നാണ് പറയുന്നത്. സങ്കീർത്തനം 44:21. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും പ്രാർത്ഥിക്കുന്നവരറിയത്തില്ല. പ്രാർത്ഥിക്കുന്നവരെ ദൈവം വിവരങ്ങൾ അറിയിക്കും. അവരെല്ലാം വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അറിയിച്ചാൽ തന്നെ അവരുടെ മിടുക്കൊന്നുമല്ല. ദൈവം ആ വന്നിരിക്കുന്ന വ്യക്തിയിലുള്ള മനസ്സലിവ് കൊണ്ടാണ് അവരുടെ വിഷയം അറിയിക്കുന്നത്. കാരണം അതിനൊരു പരിഹാരമുണ്ടാക്കാൻ. ചിലരൊക്കെ ഇത് അറിയുന്നുണ്ടോ, എനിക്കത് അറിയാമായിരുന്നു, ഞാൻ പിന്നെ അവരോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഒരു തരം അഹങ്കാരത്തോടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. ദൈവം ആ വ്യക്തിയിലുള്ള ബലഹീനത വെളിപ്പെടുത്തിയെങ്കിൽ ആ വ്യക്തിയോടുള്ള ദൈവസ്നേഹം കൊണ്ടാണ് അത് വെളിപ്പെടുത്തിയെന്ന് ഓർക്കണം. അതിൽ നിന്ന് അവർക്കൊരു വിടുതൽ കൊടുക്കാൻ. അത് നമ്മുടെ ഗമ പറയാൻ വേണ്ടി ഉപയോഗിക്കാൻ ഒക്കൂല. വി ഷുഡ് നെവർ ഡൂ ദാറ്റ്. മറ്റുള്ളവരുടെ ബലഹീനത 10 പേരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ വലുതാകണമെന്നുള്ള ചിന്ത ഉണ്ടാകരുത്. നിനക്ക് അവൻ്റെ പാസ്റ്റെല്ലാം അറിയാമെന്ന് ചിലർ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അയാൾ ദൈവത്തിൻ്റെ ദൂതല്ല വിളിച്ചു പറയുന്നതെന്ന്. പറയുന്ന സത്യമല്ലേ? യേശുക്രിസ്തുവിനോട് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. യൂദ എന്ന് പറഞ്ഞ ഒരാൾ. യേശുവിനെ ഒറ്റ കൊടുക്കുന്ന യേശുവിനറിയായിരുന്നു. ശിഷ്യന്മാർ ചോദിക്കുന്ന ആരാണെന്ന് യോഹന്നാൻ വരെ ചോദിച്ചു, ആരാണിത് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ യോഹന്നാനോട് മാത്രമായിട്ട് പറഞ്ഞു, ഞാൻ എന്നെ താലത്തിൽ കൈ മുക്കുമ്പോഴേ എൻ്റെ കൂടെ മുക്കുന്നവൻ. അത് യൂദായിരുന്നു. പക്ഷേ മറ്റവരൊക്കെ ലാസ്റ്റ് നിമിഷത്തിൽ യേശു പറഞ്ഞു നീ ചെയ്യേണ്ടത് ചെയ്യാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞപ്പോൾ അവരെന്തോ ചിന്തിച്ചതെന്നറിയാം, ഇവൻ കാശ് കൊടുത്ത് വല്ല വാളോ വേറെ സാധനം വല്ലതും വാങ്ങിക്കാൻ പോകുകയെന്ന്. ഒരിക്കലും അവരുടെ മുമ്പിൽ അവനെ താഴ്ത്തി കെട്ടി പറഞ്ഞില്ല. ഒത്തിരി മാറാനില്ലേ നമ്മൾ? അധികാരത്തിലിരിക്കുന്നവരോട് തന്നെയാണ് പറയുന്നത്. നമ്മുടെ അപ്രോച്ച് ഒത്തിരി മാറണ്ടേ? പ്രായമുള്ളവരോട് തന്നെയാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ കാണുന്നതിൽ മാറ്റം വരണ്ടേ? എനിക്ക് മാറ്റം വരണ്ടേ? നിങ്ങൾക്ക് മാറ്റം വരണ്ടേ? വരാനിരിക്കുന്നു. നമ്മൾ പറയുകയാണ്. ഈ വചനം നമ്മുടെ മുഖത്ത് ഈ കണ്ണാടി പോലെ നമ്മുടെ ഹൃദയത്തിൽ ചെന്ന് തൊടുകയാണ്. അത് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുന്നവനാണവൻ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാരാക്കാനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഹൃദയം എങ്ങനെയുള്ളതെന്ന് ദൈവം നോക്കും. ഞാൻ യേശുവിനെ യഥാർത്ഥത്തിൽ കണ്ടു. ഞാൻ പള്ളിയിലൊക്കെ പോകുന്ന വ്യക്തിയായിരുന്നു, നേർച്ച നേരും, പിന്നെ എല്ലാ പള്ളിയിലെ കാര്യത്തിനും ഞാൻ മുമ്പിലായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും എൻ്റെ ഉള്ളിൽ ദൈവാത്മാവൊന്നും ഉണ്ടായിരുന്നില്ല. ഒക്കത്തിനും പ്രധാനിയായിരുന്നു. അതുകൊണ്ടൊന്നും കാര്യം നടന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തെ കണ്ട ഒരു സ്ത്രീയിൽ കൂടെ, എൻ്റെ ഒരു ഫ്രണ്ടിൽ കൂടെയാണ്. അവരുടെ പ്രവർത്തനം, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ നോട്ടം, ക്രിസ്തുവിൻ്റെ ചിന്ത ആ സ്ത്രീയിൽ കൊണ്ട്. അങ്ങനെ ഞാൻ മനസ്സിലാക്കി ഇവിടെയാണ് യേശു ഉള്ളതെന്ന്. ആ സ്ത്രീ എന്നെ ഇപ്രാവശ്യം അവധിക്ക് അമേരിക്കയിൽ ചെന്നപ്പോൾ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ അവർ 2-3 പേരെ അമേരിക്കൻസിനെ പരിചയം, അമേരിക്കൻ ഫ്രണ്ടാണ്. അപ്പോൾ ആ അവരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പം ഈ പരിചയപ്പെടുത്തി അവർ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ തന്നെ റിലേഷൻ ചോദിക്കുക, ഞങ്ങൾ ആദ്യം വിചാരിച്ച അവരൊരു ഇമിറ്റേഷനാണ്, അതായത് അവർ യഥാർത്ഥമല്ലെന്ന്. പക്ഷെ കൂടുതൽ പറയുന്ന മനസ്സിലായി അവർ യഥാർത്ഥത്തിൽ സത്യത്തിൽ നടക്കുന്ന സ്ത്രീയാണെന്ന്. അത് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കണത്, ദൈവമേ ഞാൻ പറയുന്നതും എൻ്റെ ജീവിതവും ഒരുപോലെ ആക്കിത്തരണമേ.
ഞാനീ പറയുന്നത് കൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് വിച്ച് ഗോഡ് വോണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് മുമ്പിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എയിം ചെയ്യുകയാണ്. ഐ വോണ്ട് ദാറ്റ്. ദൈവത്തിൻ്റെ വ്യക്തിത്വം നമ്മളിലേക്ക് വരുമ്പം നമ്മൾ അടങ്ങിയിരിക്കത്തില്ല. നമ്മൾ സുവിശേഷമായിട്ട് ഇറങ്ങും. അത് സുവിശേഷം ചിലർ പറയുന്നവരായിരിക്കും, ചിലർ പഠിപ്പിക്കുന്നവരായിരിക്കും, ചിലർ പ്രസംഗിക്കുന്നവരായിരിക്കും, ചിലർക്ക് രോഗശാന്തിയായിരിക്കും, ചിലർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും, ചിലർക്ക് മറ്റുള്ളവരെ സ്വാഗതം, ഏതാ കഴിവ്, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും. എന്ത് കഴിവ് തന്നിരിക്കുന്നത് അതെടുത്തിട്ട് ഇറങ്ങിത്തിരിക്കുക. ലെറ്റ് us get outside the house and do some work for the living God. ചെയ്യാവുന്ന കഴിവ് മാക്സിമം ഉപയോഗിക്കുക. മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ്. നമ്മൾ ആരും ആകത്തില്ല എന്ന് വിചാരിക്കുകയല്ല, പറയാവുന്നിടത്തെല്ലാം പറയുക. അതേപോലെ തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്രാവശ്യം എന്നെ എയർപോർട്ടിൽ നിന്ന് ദോഹ എയർപോർട്ടിലാണ്, ഖത്താർ എയർവേസിലാണ്. ദോഹ എയർപോർട്ടിൽ ഇരുന്നപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുക്ക വന്നിരുന്നു. അതേ പ്രായമില്ല. അവരെന്നെ കണ്ടുവെച്ചാൽ നിങ്ങളെനിക്ക് പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടി വി കണ്ടതായിരിക്കണം, കാരണം എനിക്ക് അവരെ പരിചയമില്ല. ഓ ശരി എനിക്ക് കണ്ട ഓർമ്മയുണ്ട് എന്നവരെന്നോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു, കുറേ നേരം സംസാരിച്ചു. പറഞ്ഞു വന്നപ്പോൾ എന്താണ്, 3 മക്കൾ അവരോട് മിണ്ടത്തില്ല. ഒരു മകൻ ഇംഗ്ലണ്ടിലുണ്ട്, ഒരു ഇംഗ്ലണ്ടിന് പോവുകയാണ് മകനെ കാണാൻ. എവിടെയാണെന്നറിയാമോ എന്ന് ചോദിച്ചു. അറിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലണ്ട് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അവിടെ എൻ്റെ സഹോദരനുണ്ട്, ഞാൻ അവിടെ പോവുക. അവിടെ ചെന്നാൽ കാണുമോ അറിയത്തില്ല, വിശ്വാസത്തിൽ പോവുകയാണ്. അവരെങ്ങനെ എൻ്റെ അടുക്ക വന്നിരുന്നു. എത്രയോ ആളുകൾ യാത്ര ചെയ്യുന്ന എത്രയോ ആളുകൾ വന്നും പോയിരിക്കുന്ന ഒരു എയർപോർട്ട്. ഞാനെങ്ങനെ അവരെ കണ്ടു. ഒന്നും ആക്സിഡൻ്റ് അല്ല. അവരെ ഞാൻ ആശ്വസിപ്പിച്ച് വിട്ടു. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ പോകും. ഞാൻ ചെന്നൊന്ന് സംഗതികൾ പറഞ്ഞും കൊടുത്തു. ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ അവൻ നിങ്ങളെ വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ വഴിക്ക് വെച്ച് നിങ്ങളവരെ കാണും, അല്ല എങ്കിൽ അവൻ തിരിച്ചു വരും എപ്പോഴെങ്കിലും. ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. എന്തൊരാശ്വാസം. ഞാൻ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. പരിശുദ്ധാത്മാവ് അവരെ എൻ്റെ അടുക്ക് കൊണ്ടുവന്ന് ഇരുത്തി. അത്രമാത്രം. നമ്മളവരോടൊന്ന് ചോദിച്ചു. എന്നാൽ വേറെ എത്ര പേരിയ്ക്കുന്നു, അവരോട് നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ. ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ദൈവം പറയുന്നു, നീ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആകർഷിക്കാൻ കാണണം, അവർ കേൾക്കണം, അവർ അറിയണം, അവർ അതിന് സമയം ചിലവുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാഥ, അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് നിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരാൻ നീ ആഗ്രഹിച്ചിട്ട് കമാൻഡ് ചെയ്ത് ഓർഡറും തന്നു പോയിരിക്കുക. എത്ര പേരത് സീരിയസ് ആയിട്ട് എടുക്കും. ഒന്നാമത് ഞങ്ങളുടെ ഭാരം തീർന്നിട്ട് വേണ്ടേ മറ്റുള്ളവരെ സഹായിക്കാൻ. അതൊരിക്കലും നടക്കത്തുമില്ല. പണമൊന്ന് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ പണത്തിൻ്റെ കടമൊന്ന് വീട്ടിയിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് സഹായിക്കാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ജോലിക്ക് ഒരാളെ വിളിക്കണമെങ്കിൽ കൊടുക്കാൻ കാശുണ്ടായിട്ട് വേണ്ടേ അവരെ ജോലിക്ക് വിളിക്കാനെന്ന് ചിന്തിക്കും. എന്തെല്ലാം ചിന്തകൾ. മക്കൾ കൂടെ വന്ന് നിന്നാൽ അവർക്ക് എവിടുന്ന് പൈസ കൊടുക്കും എന്നുള്ള ഭാരം കൊണ്ട് മക്കളെ വിളിക്കാതിരിക്കുന്നവരില്ലേ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. ഈ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഡിസൈപ്പിൾഷിപ്പ് പറഞ്ഞാൽ ആരാ കേൾക്കുന്നേ അപ്പിച്ച? പക്ഷേ നീ പറയുന്നത്, നീ കാണണം അവരെ പോയി, നീ അവരെ കേൾക്കണം, നീ അവരെ അറിയണം. നിൻ്റെ പ്രവൃത്തിയിൽ കൂടെ ദൈവത്തെ കാണിച്ചു കൊടുക്കണം. ഞാനങ്ങനെയാണല്ലോ കണ്ടത് കർത്താവേ. വേറൊരു വ്യക്തിയിൽ കൂടെയാണ് ഞാൻ കണ്ടത്. അതുപോലെ ഞങ്ങളെ കാണുന്നവർ നിൻ്റെ വിശ്വസ്തതയിൽ അവർ നിന്നെ കാണാൻ തക്കണം. നീ ഇടയാക്കണം. അവരോടുള്ള സ്നേഹം കൊണ്ട് നീ അവരുടെ ഹൃദയം തുറക്കണം. എല്ലാവരും നീ സ്നേഹിക്കുന്നവനാണല്ലോ. അതുകൊണ്ട് നിനക്ക് സ്നേഹത്തിന് ഒരു കുറവുമില്ല. ആ സ്നേഹം പകർന്നു കൊടുക്കാൻ തക്കവണ്ണം വചനത്തിനകത്ത് അനേക മക്കൾക്ക് വെളിച്ചമായി തരാൻ ഈ വചനം ഇടയാക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തലമുറകളുടെ മേൽ ശിഷ്യത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. താവേ, ഈ ഒരു തുടങ്ങിയ വചനം മുകളിൽ നിന്ന് സ്നോ ഉരുണ്ട് വീഴുന്നത് പോലെ അല്പം മഞ്ഞ് അത് ഉരുണ്ട് വരുമ്പോഴത്തേക്ക് അവസാനം അടിയിൽ വരുമ്പോൾ വലിയൊരു ബോളായിട്ട് മാറുന്നത് പോലെ ഞങ്ങൾ അയക്കുന്ന ഈ വചനങ്ങൾ ചെന്ന് പ്രവർത്തിച്ച് അനേകരെ ആകർഷിപ്പിച്ച് നിന്നിലേക്ക് കൊണ്ടുവരണമേ. നീ അല്ലാതെ വേറൊരു ദൈവമില്ല. സത്യത്തിനും നീതിയിലും ന്യായത്തിലും നടത്തുന്ന ദൈവം വേറെയില്ല. മനസ്സലിവുള്ള ഒരു ദൈവം വേറെയില്ല. ദൈവമേ, യഹൂദയുടെ സിംഹമേ, ഇടതും വലതും നിന്നുകൊണ്ട് ഞങ്ങളെ നടത്തുന്നതിന് നന്ദി പറയുന്നു. മാറിപ്പോയിരിക്കുന്ന തലമുറകളിലേക്ക് നിൻ്റെ ആത്മാവിനെ അയച്ചുകൊണ്ടേയിരുന്ന് തക്ക സമയത്ത് വരെ തിരിച്ചുകൊണ്ടിരുന്നതിന് സ്തോത്രം ചെയ്യുന്നു.
കടഭാരങ്ങൾ അഴിച്ചു കൊടുക്കുന്നതിന് സ്തോത്രം, രോഗികൾക്ക് സൗഖ്യമയക്കുന്നതിന് സ്തോത്രം, മരണത്തിൻ്റെ വാതിക്കലിരിക്കുന്നവർക്ക് ദൈവവചനം കടന്നു ചെന്നിട്ട് രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് സ്തോത്രം. എല്ലാം നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.